ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാ ഡീൽ ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്നുള്ള ഭക്തികാവ്യമാണ്. അപ്പോൾ അത് ഒരു സ്ഥൂല തലത്തിൽ നോക്കുമ്പോഴാണ് അതൊരു ഭക്തികാവ്യം. പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്വൈത വേദാന്തത്തിന്റെ ക്രക്സ് അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ അതായത് മൂലതത്വങ്ങളെല്ലാം അതിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു കാണുന്നു. അപ്പൊ ഇത് 1914 ശ്രീനാരായണ ഗുരു ആലുവയിൽ വെച്ച് രചിക്കപ്പെട്ടതാണെന്നാണ് ഒരു പൊതുവെയുള്ള ധാരണ. പക്ഷേ പല്ലിശ്ശേരി നമ്പി എന്നുള്ള വ്യക്തി ഇത് വർക്കലയിലാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനൊരു വളരെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് അതിലും ഒരു സത്യമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ പദ്യം എല്ലാവരും തുടരെ നമ്മൾ എന്താ പറയാ ഇതിനെ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭക്തിപരമായ ഒരു യാഥാർത്ഥ്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പദ്യം ഒരു യാത്രയാണ്. അതായത് സംസാര സാഗരം, അതായത് പുനരഭി മരണം പുനരഭി ജനനം ഉള്ള സംസാര സാഗരത്തിൽ ജീവിക്കുന്ന ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സുഖത്തിൽ എത്തിച്ചേരണം എന്നാണ്. ദൈവമേ എന്നുള്ള തുടങ്ങി സുഖം എന്ന ഇതിലാണ് ഈ പദ്യം അല്ലെങ്കിൽ ഈ കാവ്യം അവസാനിക്കുന്നത്. അപ്പോ ഈ സുഖം എന്നോട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ ഒരു നിർവചനം സത്ത് ചിത്ത് ആനന്ദം എന്നാണ്. ആനന്ദമാണ് ലക്ഷ്യം. അതായത് ഇപ്പൊ ഒരു ദാർശനിക തലത്തിൽ പറഞ്ഞാൽ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ്ടോളജി, ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസ്റ്റമോളജി, ആക്സിയോളജിയാണ് ആനന്ദം. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം ആനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഹെഡോണിസം അല്ല, അതായത് ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് അതായത് വേദാന്തത്തിന്റെ വിവക്ഷ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സംസാര സാഗരം ഒരു റിപ്പിറ്റേറ്റീവ് വേൾഡാണ്. അപ്പോ ഈ കാർമിക് ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് 0 വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പുനർജന്മം ഉണ്ടാവില്ല. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം നമുക്ക് ജീവിച്ചിരിക്കെ കിട്ടാൻ വേണ്ടി ജീവനമുക്തി എന്നും, മോക്ഷം നിങ്ങൾക്ക് മരണാനന്തരം ലഭിക്കാം, അതിനെ വിദേഹമുക്തി എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ആദ്യത്തെ വേഴ്സ്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. ദൈവമേ കാത്തുകൊള്ളുന്നു, ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. അതായത് ഇങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്ത്, പിന്നെ നാവികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിലർ അല്ലെങ്കിൽ ഈ മെയിൻ എന്താ പറയാ കപ്പിത്താൻ എന്നൊക്കെ പറയും. ഭവാബ്ദി എന്ന് ഇവിടെ പറയുന്നത് സംസാര സാഗരത്തെയാണ് അല്ലെങ്കിൽ സമുദ്രത്തെയാണ്. ആവിവൻ തോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലാണ്. നിൻ പദം എന്ന് പറഞ്ഞ പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേർഡ് എന്നാവാം, പാദം എന്നും ഒരു അർത്ഥമുണ്ട്. നീ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ ബ്രഹ്മത്തെയാണ് അല്ലെങ്കിൽ ദൈവത്തെയാണ്. അപ്പോ ഈ ഒരു ഇഷ്ടദേവതാ സങ്കല്പം ഈ പദ്യത്തിനില്ല. ഇത് പരമാർത്ഥ സത്യമായിട്ടാണ് ഈ പദ്യം നമുക്ക് നമ്മുടെ മുന്നിലോട്ട് ഗുരു എഴുതി തന്നിട്ടുള്ളത്. ദൈവമേ ഈ ലോകത്തിൽ കൈവെടിയാതെ ഞങ്ങളെ കാത്തുകൊള്ളുക, ഈ സംസാര സമുദ്രത്തിന് അങ്ങ് കപ്പിത്താനും അങ്ങയുടെ കാലടി അഥവാ അങ്ങരുളിയ മൊഴി കപ്പലുമാണെന്നാണ് ഇതിന്റെ ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ ദൈവം എന്നോട് ഉദ്ദേശിക്കുന്ന പ്രകാശം, ബ്രഹ്മം, ലൈറ്റ് എന്നാണ്. അപ്പൊ ഈ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത വിവക്ഷ പ്രകാരം അല്ലെങ്കിൽ ഭാരതീയ ദർശന പ്രകാരം വൺ ഹു ഷോസ് ലൈറ്റ് ആണ് ഗുരു. അപ്പോ ഈ സംസാര സാഗരം കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാന്നാണ് അർത്ഥം. ഞങ്ങൾ അതിനു വേണ്ടി ഉഴലുകയാണ്. അതായത് ഈ ജനനമരണ ചക്രത്തിൽ നിങ്ങളുടെ പാതാരബന്ധം അല്ലെങ്കിൽ കമലപാദങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വഴികാട്ടി. ഫൈനലി ഞങ്ങള് ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ എല്ലാവരും ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കണം എന്നാണ് ഗുരുവിടെ പറഞ്ഞു സ്ഥാപിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും
ദൃക്ക് പോലുള്ള നിന്നിലസ്പന്ദമാകണമെന്നാണ്. പൊരുൾന്നിവിടെ ഇത് ഈ പദ്യം അല്ലെങ്കിൽ ഈ വേഴ്സ് അല്ലെങ്കിൽ ഈ സ്റ്റാൻസ ഞാൻ പറയുന്നതിനൊക്കെ മുമ്പ് നേതി എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. അതായത് മറ്റേ ഈ നമ്മൾ നാമരൂപാത്മക ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന പ്രകടിത ഭാവതലത്തിൽ ചില കാര്യങ്ങൾക്ക് രൂപം ഉണ്ടാവും, നാമം ഉണ്ടാവും. ചില ആൾക്കാർക്ക് നാമം മാത്രമേ ഉണ്ടാവുള്ളൂ, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ്. അപ്പൊ നമുക്ക് സെൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാൽ പെർസീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വർജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തോ അത് ബ്രഹ്മമായിരിക്കും. അതാണ് നേതി സമ്പ്രദായം. നോട്ട് ജസ്റ്റ് എന്നാണ് ഈ ഒരു ചിന്ത. വയാ നെഗറ്റീവ് എന്നൊരു ചിന്താ പദ്ധതിയുണ്ട്. കാരണം ബ്രഹ്മം ഇന്ദ്രിയാതീതമായതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സച്ചിദാനന്ദം എന്ന് അതിനെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു വയാ നെഗറ്റീവ അല്ലെങ്കിൽ നേതി സമ്പ്രദായത്തിലൂടെയാണ് നമുക്ക് യാഥാർത്ഥ്യം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു മലയാള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോന്നായി എണ്ണി തൊട്ട് കണക്കാക്കാവുന്ന കാഴ്ചകൾ എല്ലാം മാറിയാൽ അവയുടെ കണ്ണായി അഥവാ കാഴ്ചക്കാരനായി നിന്ന പോലെ. അതായത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന് ദൃശ്യവിവേകം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാലാണ് ഇതിന്റെ പൂർണ്ണാർത്ഥം നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. എല്ലാം ഈ പെർസീവ് ചെയ്യാനും കൺസീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ സത്യമല്ലാന്ന് തിരിച്ചറിഞ്ഞ് എന്താണെന്ന് സത്യം എന്നുള്ള ഇതിലോട്ട് നമ്മൾ ലയിക്കുമാറാവട്ടെ എന്നാണ് ഇതിന്റെ ചെയ്യുന്നത്. അപ്പോ അതായത് ബ്രഹ്മമാണ് എല്ലാവരുടെയും ബ്രഹ്മം പ്രാപിക്കുക അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ വിലയം ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഫൈനൽ ഡെസ്റ്റിനി എന്നും ഗുരു ഇവിടെ പറയാനായിരിക്കുന്നത്. അതായത് ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബ്രഹ്മം എന്നുള്ള ബ്രഹ്മമേ ഉള്ളൂ. നമ്മളെല്ലാവരും, അതായത് നമ്മളിൽ ബ്രഹ്മമുണ്ട്, എല്ലാവരിലും ബ്രഹ്മമുണ്ട്. അതേമാതിരി ഇതിനെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നുമില്ല. അതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോ ഈ നാമരൂപാത്മക ലോകം ഒരു ഭ്രമമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ജ്ഞാനമോ ഭക്തിയോ കർമ്മമോ മാർഗമാക്കി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജയോഗമായാലും ഈ 4 മാർഗങ്ങളിലൂടെ നിങ്ങൾ എന്താ പറയുക, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാല അബാധിത്വവും, അതായത് 3 കാലങ്ങളിലും മാറാത്തതും, കാര്യവും കാരണവും, കോസും എഫക്റ്റും തമ്മിൽ അന്യത്വമില്ലാത്തത്, അതെന്തോ സത്യം. അപ്പോൾ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രഹ്മമാണ് ഏകസത്യം. അപ്പോ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതി സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ ശരീരമാണോ ബ്രഹ്മം? അല്ല, ശരീരം മാറിക്കൊണ്ടിരിക്കും. മനസ്സാണോ ബ്രഹ്മം? ഇന്ദ്രിയങ്ങളാണോ ബ്രഹ്മം? അല്ല, കാരണവും ഉപകരണമാണെങ്കിലും അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി മറ്റേ മനസ്സാണോ ബ്രഹ്മം? അത് ചഞ്ചലമായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുമല്ല ബ്രഹ്മം. ഇനിയിപ്പോ അഹംബോധമാണോ? അല്ല, അഹങ്കാരമാണോ? അല്ല, ബുദ്ധിയാണോ ബ്രഹ്മം? അതുമല്ല. അഹങ്കാരമാണോ? അല്ല, കാരണം അതും വേരി ചെയ്യും. അപ്പോ ചിത്തം അതുമല്ല. അപ്പോ അതെല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ ആകെയുള്ളത് അഹംബോധമാണ്, ഐ കോൺഷ്യസ്നസ്. നമുക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ അത് സാക്ഷിഭാവത്തിലാണ് നിൽക്കുന്നത്. അത് അഖണ്ഡബോധം. ഇത് ബോധം, അഹംബോധം അഖണ്ഡബോധത്തിന്റെ ഭാഗമാണെന്നാണ് ഈ ചിന്താപദ്ധതിയുടെ ഒരു ഏകദേശ രീതി. അപ്പോ ഈ എല്ലാം ബ്രഹ്മമാണെന്നാണ് ഈ രണ്ടാമത്തെ ഇതിലോട്ട്. അപ്പൊ അതിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയാ നെഗറ്റീവ് ആണെന്നാണ് ഈ വേഴ്സിന്റെ അർത്ഥം. അപ്പോ അടുത്ത 2 വേഴ്സിന് വേണ്ടി നമ്മൾ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.